ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നാട്ടിലുള്ള എല്ലാ ഇച്ചിമുള്ളി അധോലോകങ്ങൾക്കും ഓക്കേനാച്ചിന്റെ പേരിലുള്ള ജേഴ്സി അടിച്ചെടുത്താണ് ഇങ്ങനെ പ്രൗഡ് മൂവ്മെന്റിൽ നിൽക്കട്ടാ. എനിക്ക് ഇൻസ്റ്റയിൽ 50K ഉള്ള സമയത്ത് ഞാൻ ഇറ്റിങ്ങളോട് പറഞ്ഞാണ് എനിക്ക് 100K എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ എന്റെ വക എല്ലാവർക്കും ഓക്കേനാച്ചിന്റെ വക നാട്ടിലുള്ളവർക്ക് ജേഴ്സി നിന്നിട്ട് അന്ന് എന്റെ വിചാരം എനിക്ക് 100K ഒന്നും ആവില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആയടാ. എന്റെ പേരെ മദർസിന്റെ അടുത്തായോണ്ട് 100K അതിന്റെ ശേഷം ജേഴ്സിയുടെ എന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പിനൊക്കെ പോണ അമ്മമാര് റെസ്റ്റ് എടുക്കണമാതിരി എന്റെ പേരന്റെ കൊലായി വന്നാണ്ട് ഇതേമാതിരി ഇരിക്കല അറ്റിങ്ങള്. മന്ത്രിമാരെ യൂട്യൂബർമാരെ ഓരോ പേരേക്കൊക്കെ പോലീസുകാരെ ഇടക്കിടക്ക് ഈ ചായപ്പീടിയേക്ക് കയറുന്ന മാതിരി റെയ്ഡിന് പോലും അതേമാതിരി ഇപ്പൊ എന്റെ പെരേത്ത അവസ്ഥ. എല്ലാവർക്കും 100K ഉണ്ടെങ്കിൽ സാധാരണ ചാടി കളിക്കലാട്ടോ. ഞാനാണ് നെട്ടിപ്പോയി പെട്ടെന്ന് 100K ആയപ്പോഴേ ഇനി നാളെ മുതൽ ഈ മരിച്ചോടത്തൊക്കെ ആൾക്കാർ വരുന്ന മാതിരി ഓരോരുത്തരെ ഡീൽ ചെയ്ത് വിടണ്ടേന്ന് ആലോചിച്ചിട്ടേ അങ്ങനെ 100K അതിന്റെ ശേഷം 2-3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ എല്ലാവർക്കും ജേഴ്സി കിട്ടുന്ന ദിവസമായിട്ടാ. ഫസ്റ്റ് തന്നെ ഞാൻ സ്കൂൾക്ക് ഫ്രീ ആയിട്ട് അരി ഇട്ടുണ്ടെന്ന് അറിയാണ്ട് നമ്മൾ പോകുമ്പോൾ ഈ മാഷിമാർ ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചാക്ക് കാണിച്ചു കൊടുക്കൂല. അതേമാതിരി ഇങ്ങനെ ഓരോരുത്തരെ പേര് വിളിച്ചാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് വാങ്ങിട്ടാ. പിന്നെ ഇങ്ങനെ ഡൽഹിയിലെ കബൂത്തർ മാർക്കറ്റിൽ ആ അറ്റത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് ജാക്കറ്റ് ഇടുന്ന സ്ഥലമുണ്ട്. അതിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയ മാതിരിയായോ എല്ലാവരും കൂടിയാണ് വാരിക്കൊണ്ടേ അവനാണ് തോന്നിയത്. അങ്ങനെ എല്ലാവർക്കും ജേഴ്സി ഒക്കെ കിട്ടി, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കട്ടാ. അപ്പോഴാണ് ഞാൻ എന്റെ സ്വന്തം പേരിലുള്ള ജേഴ്സിനെ ഞാൻ തന്നെ ഇട്ടിട്ട് വെറുതെ അങ്ങനെ നാട്ടിൽ കൂടെ മമ്മൂട്ടിയായി നടക്കാലോ കയപ്പടാ. അങ്ങനെ മൈക്കൊക്കെ വെച്ചാണ് ജേഴ്സി രസം ഉണ്ടോന്ന് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കട്ടെ. എല്ലാവരും നല്ല രസം ഉണ്ട് തന്നെ പറഞ്ഞത്. രസമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഊരണ്ടി വരുന്ന ഓൽക്ക് അറിയാം. അതാണ് നമ്മളിപ്പോ ഓരോരുത്തരെ കാണുമ്പോൾ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കൂല. ഓലിപ്പോ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങൂല. അതേ അവസ്ഥ തന്നെ. അങ്ങനെ ജേഴ്സി ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ ഓരോരുത്തരോട് ഓരോ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ സെലിബ്രേഷൻ ഇടാൻ പറഞ്ഞിട്ടാ. ഏതായാലും 100K ആയപ്പോ ജേഴ്സിയാണ് കൊടുക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ 500K ആവുമ്പോൾ ഇവർക്ക് എന്താ കൊടുക്കുക? എന്തെങ്കിലും കമന്റ് ഇട്ടാ വെറൈറ്റി സാധനം നമുക്കൊക്കെ ഒരു ടെർഫൊക്കെ കൊടുത്താലോ ഫ്രീ ആയിട്ട് നാട്ടുകാർക്ക്. ഏത് മൂഡ്